പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും എവിടെ വെച്ച് മരണം സംഭവിക്കും എന്ന് എഴുതി തന്നിട്ടില്ല, എഴുതി തരികയുമില്ല. എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടും ഞാൻ പ്രത്യേകം പറയാണ് കേട്ടോ. നമ്മളെല്ലാം ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ, സ്വർഗം കാണണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേയറ്റം സ്നേഹിച്ചു കൊള്ളണം കേട്ടോ. അല്ലെങ്കിൽ കാര്യം അപകടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ വളരെ മോശമായ അന്തരീക്ഷമാണ് മക്കളെ. ഓരോരുത്തരും പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും എവിടെ വെച്ച് എന്താണ് റൂനെ പിടിക്കും, ഏത് സ്ഥലത്ത് വെച്ച് പിടിക്കും, എങ്ങനെ പിടിക്കും എന്ന് എനിക്കോ നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല കേട്ടോ. പ്രത്യേകങ്ങളോട് ഞാൻ പറയാണ്, ഭൂമിയാകുന്ന ഭൂമി അല്ലാഹുവിൻ്റെ ഭൂമിയാണ് മക്കളെ. ഇത് എൻ്റെയോ നിങ്ങളെയോ ഗവൺമെൻറ്റിന് ഭൂമിയല്ല കേട്ടോ. എൻ്റെയോ നിങ്ങളെയോ ഗവൺമെൻറ് ഭൂമിയല്ല, അല്ലാഹുവിൻ്റെ ഭൂമിയാണ് ഈ ഭൂമി കേട്ടോ. ഞാനും നിങ്ങളെല്ലാം മക്കളെ ഏത് നിമിഷവും പോകേണ്ടവരാണ്. ഒരു നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞെന്നേ അർത്ഥമുള്ളൂ. മാനമുള്ള മോമിനിങ്ങളെ, കണ്ണങ്ങ് ചിമ്മിക്കഴിഞ്ഞാൽ എൻ്റെ ഭൂമിയാകുന്നവരും പറയുന്നുണ്ടവരല്ലോ, എൻ്റെ ഭൂമിയാണ്, എൻ്റെ റീസറായ മക്കളെ. ദുന്യാവിൽ നിങ്ങൾക്ക് റീസറാണ് കേട്ടോ. എന്നാൽ ദുന്യാവിൽ വീടുകളും കെട്ടിടങ്ങളും എല്ലാം റീസറാണെങ്കിൽ പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും മക്കളെ റീസറും ഖബറിലേക്കാണ് കേട്ടോ. മനുഷ്യൻ്റെ രജിസ്ട്രേഷൻ ഖബറിലേക്കാണുള്ള ചിന്ത വേണം. എത്ര കാലം അവിടെ കിടക്കണം മക്കളെ, ആലോചിച്ചു കൊള്ളുക കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയാമോ, ഭൂമിയാകുന്ന ഭൂമി അല്ലാഹുവിൻ്റെ ഭൂമിയാണ്. അത് ക്രിയവിക്കം ചെയ്യുക എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. എനിക്ക് ശരീരത്തിന് അത് എന്താണ് രജിസ്റ്ററാക്കി തന്നിട്ടില്ല. രജിസ്റ്റർ നമ്മൾ രജിസ്റ്റർ ഖബറിലേക്കാണ് കേട്ടോ. മക്കളെ ചിന്തിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകങ്ങളും നടത്തുകയാണ്. അയൽവാസികൾ എന്താണ് ഒരു 4 or 5 ഫീറ്റ് ചോദിക്കുമ്പോൾ അതൊന്ന് കൊടുക്കണം മക്കളെ. ഇതും കൊണ്ട് ഞാൻ നിങ്ങൾ പോകില്ല മക്കളെ. ഏകനായ നിലയിലാണ് പോകുന്നത് കേട്ടോ. 24 മണിക്കൂറും എന്താണ് അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണ്ണോ കാശോ അല്ല കൊട്ടാരമോ അല്ല കെട്ടിടങ്ങളോ ഒന്നും അങ്ങോട്ട് പോകില്ല കേട്ടോ. പോരാ, ഒരു സുന്നത്തായ മോതിരം പോലും കയ്യിൽ വെക്കാൻ പറ്റൂല. 3 കഷ്ണം തുണി തന്നെയാണ് ഉള്ളത് കേട്ടോ. എൻ്റെ ഉമ്മങ്ങന്മാരെ സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹു പറഞ്ഞ വഴിയിലേക്ക് തന്നെ പോകണം ഉമ്മ. പോയില്ലെങ്കിൽ തീർച്ചയായും അല്ലാഹുവിൻ്റെ അദാബ് കഠിനമാണ്, അല്ലാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. ഉമ്മമാരെ, ഇങ്ങനെ പബ്ലിക് റോട്ടിൽ കൂടി നടക്കുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണ് കേട്ടോ. മുഖം മറക്കാതെ അന്യ പുരുഷന്മാരെ ഒളിവാക്കി നടക്കൽ തനിച്ച ഹറാമാണ്. രക്ഷപ്പെടൂല കേട്ടോ. കണ്ണിനാണ് ക്യാൻസർ കേട്ടോ, നിങ്ങളെ മാറിനാണ് ക്യാൻസർ കേട്ടോ, പല രോഗത്തിന് വിധേയമാണ് കേട്ടോ. അതുകൊണ്ട് അല്പം ഒന്ന് ചിന്തിക്കണം എൻ്റെ ഉമ്മ. എനിക്ക് നിങ്ങൾക്ക് അള്ളാഹു തന്ന ആരോഗ്യം, അള്ളാഹു തന്ന ആയുസ്, അള്ളാഹു തന്ന മക്കളെ ഭക്ഷണം, അള്ളാഹു തന്ന വായു, ഇതൊന്നും എൻ്റെയോ നിങ്ങളെയോ ഗവൺമെൻറ്റിലില്ലല്ലോ കേട്ടോ. അള്ളാഹുൻ്റേതാണല്ലോ. ഒരു ഓർമ്മ എനിക്കും നിങ്ങൾക്ക് വേണം കേട്ടോ. മക്കളെ, ആരോഗ്യം അള്ള തന്നതാണ്, ചോരത്തുളുപ്പ് അള്ള തന്നതാണ്, ആയുസ് അള്ള തന്നതാണ്. ഒരു ഉമ്മയോ വാപ്പയോ ഗവൺമെൻറ്റോ മരുന്നോ തന്നതല്ല കേട്ടോ. ഇത് ഏത് നിമിഷം അങ്ങോട്ട് പോകാനുള്ളതാണ്. ഇപ്പോൾ ഞാനും നിങ്ങളും ദിക്റും സലാത്തും ചൊല്ലിയവരാണ് മക്കളെ. ഫിത്നയും ഫസാദും അസുദും കിബറും കൽബിലുണ്ടെങ്കിലും അവനും നരകത്തിലാണ്. അത് കാളിയാർ ഒഴിച്ച്, ഖത്തീബ് ഒഴിച്ച്, അല്ല ആയിഷ ഒഴിച്ച്, അല്ലെങ്കിൽ എന്താണ് വക്കീൽ ഒഴിച്ച്,
അല്ല പ്രസിഡൻ്റ് ഒഴിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. മക്കളെ സൂക്ഷിക്കണം കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ രാജാവാണ് നാവ്. അതങ്ങ് നശിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു, അവൻ്റെ നാട് നശിച്ചു, അവൻ്റെ വീട് നശിച്ച് എല്ലാം നശിച്ചു കേട്ടോ. അവൻ്റെ നാവ് നന്നായാൽ അവൻ നന്നായി, അവൻ്റെ നാട് നന്നായി, അവൻ്റെ കുടുംബം നന്നായി. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ ഉമ്മങ്ങന്മാരെ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ പബ്ലിക് റോഡിൽ കൂടി പോകുമ്പോൾ മുഖം മറക്കാതെ പോയാൽ റബ്ബിൻ്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. അള്ളാഹുവിൻ്റെ ദീൻ നിങ്ങളെ പറിച്ച് ചെയ്യരുത്. എൻ്റെ ചെറുപ്പക്കാരെ നിങ്ങളും പറിച്ച് ചെയ്യരുത്. ഇന്നെല്ലാം ഹബീബ് പറഞ്ഞ വഴിയല്ല, വേറൊരു വഴിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇബ്ലീസ് കാണിക്കുന്ന വഴിയിലേക്കാണ് പോകുന്നത്. ഇന്ന് ഇബ്ലീസ് ജയിച്ച കാലമാണ്, ഞാനും നിങ്ങളും പരാജയപ്പെട്ട കാലമാണ്. ഇന്ന് ഇബ്ലീസിലാണ് മക്കളെ കൂടുതലും. സുന്നി എന്ന് പറഞ്ഞ ഒറിജിനൽ സുന്നിൻ്റെ കൂടെ ആൾ കുറവാണ് കേട്ടോ. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാർ, എൻ്റെ ഉസ്താദന്മാർ, എൻ്റെ സീതന്മാർ വളരെ സൂക്ഷിക്കണം കേട്ടോ. നാവ് ഫിത്ര പറയാനുള്ളതല്ല. അള്ളാഹു തന്ന നാവ്, അള്ളാഹു തന്ന കൈകാൽ, അള്ളാഹു തന്ന കണ്ണ് എല്ലാം ഒരൊറ്റ നിമിഷമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ എന്ന് കടക്കുമ്പോൾ ഒന്ന് ആലോചിച്ചുകൊള്ളുക കേട്ടോ. സ്വയമാകുമ്പോഴുണ്ടാവോ എന്ന് എഴുതി തന്നിട്ടില്ല. പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും എവിടെ വെച്ച് മരണം സംഭവിക്കും എന്ന് എഴുതി തന്നിട്ടില്ല, എഴുതി തരികയുമില്ല.